നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഈ എക്യുപ്മെൻ്റ് പേരാണ് കേബിൾ ടെസ്റ്റർ അല്ലെങ്കിൽ ലാൻ ടെസ്റ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും എങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ലാൻ ടെസ്റ്ററിന് രണ്ട് പോർഷൻസാണുള്ളത്. ഒന്ന് ആക്റ്റീവ് പോർഷനും ഒന്ന് പാസീവ് പോർഷനും. അതായത് ഒന്ന് പവർ ഉള്ള പോർഷനും ഒന്ന് പവർ ഇല്ലാത്ത പോർഷനും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പവർ ഇല്ലാത്ത പോർഷനാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പവറിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു സൈഡിൽ RJ45 മറ്റൊരു സൈഡിൽ RJ11 പോർട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് ഇതിൻ്റെ LED സ്റ്റാറ്റസാണ്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഒരു പവർ ഉള്ള പോർഷൻ, അതായത് ഇവിടെയാണ് നമ്മൾ പവർ സോഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ ഇതാണ് LED സ്റ്റാറ്റസ്. ഇതിൻ്റെ 8 ലീഡ് LED സ്റ്റാറ്റസ്, ഒരു ഗ്രൗണ്ട് LED സ്റ്റാറ്റസും, പിന്നെ ഒന്ന് പവർ സ്റ്റാറ്റസും, പിന്നെ ഇതാണ് ഇതിൻ്റെ ഓഫ് ഓൺ സ്ലോ. ഇവിടെയാണ് പവർ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും പിന്നെ സ്ലോയിലേക്കാക്കുന്നതൊക്കെ ഉള്ള സ്വിച്ച് ഉള്ളത്. ഇതിൻ്റെ പിറകിലാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇതാണ് ബാറ്ററി കണക്ട് ചെയ്യുന്ന സ്ഥലം. ഇതിലിപ്പോൾ സാധാരണ നമ്മൾ ഡ്യൂറാസിൻ്റെ ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു RJ45ൻ്റെയും RJ11ൻ്റെയും പോർട്ടാണുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UTP കേബിളിലെ RJ45 കണക്ടർ നമ്മൾ ഇതിൻ്റെ RJ45 പോർട്ടിൽ കണക്ട് ചെയ്ത് ഇത് സിസ്റ്റം ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ LED സ്റ്റാറ്റസ്. അപ്പോൾ LED സ്റ്റാറ്റസ് 8 വയർ UTP കേബിളിലുള്ള 8 വയേഴ്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെയിം ആയിട്ട്, അതായത് പവർ പോർഷനിലുള്ള സെയിം അതേ LED സ്റ്റാറ്റസ് വിത്തൗട്ട് പവർ പോർഷനിലുള്ള അതിലും കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ഓരോ വയറിൻ്റെതും കണ്ടിന്യൂറ്റിയാണ് നമുക്കിതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മളിതിൽ ഓരോ വയറായിട്ട് നമ്മൾ ഡിസ്റ്റൻ്റ് എൻഡിൽ, റിമോട്ട് എൻഡിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വയറിന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വയറാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കും. നമ്മളിപ്പോൾ സ്ലോയിലേക്കാണിപ്പോൾ സ്വിച്ച് സ്ലോയിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്യുറസി കുറച്ചുകൂടി നന്നായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ക്രോസ് വയറാണോ സ്ട്രൈറ്റ് വയറാണോ എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതുവഴി നമ്മുടെ UTPയിൽ ഏതെങ്കിലും ഒരു വയർ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് എൻഡിൽ ആ നമ്പറിലുള്ള LED കത്തുന്നുണ്ടായില്ല. കൂടാതെ റിമോട്ട് എൻഡിൽ ഷോർട്ടായിട്ടുള്ളതാണെങ്കിൽ ഒരേ സമയം 2 LED ഒന്നിച്ചും കത്തുന്നതായിരിക്കും. ഇതുവഴി നമുക്ക് ക്രോസ് കേബിളും സ്ട്രൈറ്റ് കേബിളും തിരിച്ചറിയാൻ പറ്റുന്നതും കൂടിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ഇടാൻ മറക്കരുത്. എല്ലാ സംശയങ്ങൾക്കും